الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم قالوا لن نؤثرك على ما جاءنا من البينات والذي فطرنا فاقض ما أنت قاض إنما تقضي هذه الحياة الدنيا إنا آمنا بربنا ليغفر لنا خطايانا وما أكرهتنا عليه من السحر والله خير وأبقى صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാർ, പരമകാരുണികനും ദയാനിധിയുമായ അല്ലാഹുവിൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരമാവധി സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുമ്പോട്ടു പോകാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും നമ്മുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം മനുഷ്യന് പകർന്നു നൽകുന്ന നിർഭയത്വത്തെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച. അമ്ന് എന്ന വാക്കിൽ നിന്നാണ് ഈമാൻ എന്ന വാക്ക് ഉണ്ടായതെന്നും ഈമാനിലൂടെയാണ് അമ്ന് അഥവാ നിർഭയത്വം എന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നതെന്നും നാം സൂചിപ്പിച്ചു. എങ്ങനെയാണ് ഒരാളിൽ ഈമാനിലൂടെ അമ്ന് ഉണ്ടാകുന്നത്? അഥവാ ഈമാൻ ഒരാളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പേടിയുടെ നിഴലുകളും എല്ലാ ഭീരുത്വത്തിന്റെ ദൗർബല്യങ്ങളും എങ്ങനെയാണ് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നത്? ലോകത്തിലേറ്റവും അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിച്ച ഒരു ശിരസിന്റെ, ലോകത്തിലേറ്റവും നിർഭയമായ ഒരു മനസ്സിന്റെ ഉടമയായി എങ്ങനെയാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ മാറിത്തീരുന്നത്? എങ്ങനെയാണ് ഈ നിർഭയത്വത്തിന്റെ രസതന്ത്രം ഈമാനിലൂടെ അയാളിൽ പ്രവർത്തിക്കുന്നത്? വളരെ ശ്രദ്ധയോടെ നാം വീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്.
ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ ഏകനായ ഇലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു മനസ്സായിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ്. തന്നെ മാത്രമല്ല സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ, 13 ലക്ഷം ജീവജാതികൾ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് ഈ ഭൂമുഖത്ത്. ഇനി തിരിച്ചറിയപ്പെടാനിരിക്കുന്നതുമുണ്ടാകാം. ജീവനില്ലാത്തതും അചേതനവുമായ സംഗതികളുണ്ട്. ഇതിനെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖാലിഖ് ഏകനായ അല്ലാഹുവാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഹൃദയമാണ് ഒരു മുഅ്മിനിന്റെ ഹൃദയം. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, ആകാശഗോളങ്ങൾ മുതൽ മണൽത്തരികൾ വരെ സകലതും എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അവനാണെന്ന് മാത്രമല്ല, അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ശക്തിക്കോ അഥവാ അല്ലാഹുവല്ലാത്ത ഏതെല്ലാം കേന്ദ്രങ്ങളിൽ മനുഷ്യൻ അഭയം തേടുന്നുവോ അവരൊക്കെ കൂടി വിചാരിച്ചാലും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ലെന്നും തിരിച്ചറിഞ്ഞവനാണ് സത്യവിശ്വാസിയായ മനുഷ്യൻ. അല്ലാഹു മാത്രമാണ് ഖാലിഖ് എന്നയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു മാത്രമാണ് മാലിക് എന്നും അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആരുടെ കയ്യിലാണോ ആധിപത്യമുള്ളത്, ആകാശഭൂമികളുടെ മുഴുവൻ അധികാരവും ആരുടെ ഹസ്തത്തിലാണോ ആ അല്ലാഹു, അവൻ എത്ര അനുഗ്രഹമുടയവനാണ്. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, എല്ലാ സംഗതികളുടെയും ആധിപത്യം സ്വന്തം കരത്തിൽ ഒതുക്കിവെച്ചവൻ അല്ലാഹു എത്ര പരിശുദ്ധനാകുന്നു. സൃഷ്ടികർത്താവും പരിപാലകനും നിയന്താവുമായ ഈ നാഥന് മാത്രമേ മനുഷ്യനോട് കൽപ്പിക്കാനും വിലക്കാനുമുള്ള ആത്യന്തികമായ അധികാരമുള്ളൂ എന്നും തിരിച്ചറിഞ്ഞ ഒരു മനസ്സാണ് ഒരു സത്യവിശ്വാസിയുടെ മനസ്സ്. കാരണം അത് സൃഷ്ടിയുമായി ബന്ധപ്പെട്ടതാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംറു, ഖൽഖാരുടേതാണോ അവന്റേതാണ് അമ്ർ, അവന്റേത് മാത്രമായിരിക്കണം അമ്ർ. സൃഷ്ടി നടത്തിയവന് മാത്രമേ ആ സൃഷ്ടിയോട് കൽപ്പിക്കാൻ വിലക്കാനുള്ള പരമമായ അധികാരമുള്ളൂ എന്നും അയാൾക്കറിയാം. അല്ലാഹു മാത്രമാണ് ഹാക്കിം എന്നും അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളും കാരണങ്ങളും അടങ്ങുന്ന ഈ പ്രപഞ്ചത്തിലെ വ്യാവഹാരിക സംവിധാനം മുഴുവൻ സൃഷ്ടിച്ചു വെച്ചതും അവനാണ്. അവൻ മുസബ്ബിബുൽ അസ്ബാബാണ് എന്നും അയാൾക്കറിയാം. തന്റെ ജീവിതത്തിൽ ഒരു വിപത്ത് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു സംഭവമുണ്ടാകുമ്പോൾ ഈ രണ്ടിന്റെയും ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ റബ്ബാണ് എന്നും ഒരു വിശ്വാസി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തം, ഒരു വിപത്ത് വരുമ്പോൾ ആ സത്യവിശ്വാസി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഫലാ കാശിഫ ലഹു ഇല്ലാഹു, ആ വിപത്തിനെ തടുക്കാൻ, അതിനെ തന്റെ ജീവിതത്തിന്റെ വഴിത്താരയിൽ നിന്ന് തട്ടിമാറ്റാൻ അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല എന്ന്. വഇയുരിദുക ബിഖൈരിൻ ഫലാ റദ്ദ ലിഫളിഹി, അതുപോലെ തന്നെ എന്തോ ഒരു ഗുണം തന്റെ ജീവിതത്തിൽ, ആ ഗുണം അല്ലാഹു നിശ്ചയിച്ചതാണെങ്കിൽ അതിനെ തട്ടിമാറ്റാനും ഒരാൾക്കും സാധ്യമല്ല എന്നും അയാൾക്കറിയാം. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, തന്റെ അടിമകൾക്ക് അല്ലാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് അത് നൽകും. വഹുവൽ ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. ചെറുതും വലുതുമായ, ഗുരുവും ലഘുവുമായ, സാരവും നിസ്സാരവുമായ സകല സംഗതികളുടെയും കടിഞ്ഞാൺ കയ്യിലേന്തിയിട്ടുള്ളത് റബ്ബാണ് എന്നും ഒരു മുഅ്മിനായ മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളുടെ എല്ലാം കടിഞ്ഞാൺ അല്ലാഹുവിന്റെ കയ്യിലാണ്. നമുക്ക് ഈമാനിൽ ദൗർബല്യമുണ്ടാകുമ്പോഴാണ് നമ്മുടെ കയ്യിലാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. എന്റെ വീട്ടിലെ കാര്യം, എന്റെ മക്കളുടെ കാര്യം, എന്റെ ജോലിയുടെ കാര്യം, സമൂഹത്തിന്റെ കാര്യം, രാഷ്ട്രത്തിന്റെ കാര്യം,
ഇതൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകുന്നുവെങ്കിൽ അറിയണം, അത് ഈമാനിന്റെ ദൗർബല്യമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവർ ചോദിക്കുന്നു നിന്നോട്, ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, പറഞ്ഞു കൊടുക്കണം നബിയെ അവരോട്, എല്ലാ കാര്യങ്ങളുടെയും കടിഞ്ഞാൺ അല്ലാഹുവിന്റെ കയ്യിലാകുന്നു. ഫൗഖ തദ്ബീരിനാ ലില്ലാഹി തദ്ബീറു, നമ്മുടെ എല്ലാ കാൽക്കുലേഷനും അപ്പുറം, നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും ആസൂത്രണങ്ങൾക്കും അപ്പുറം കാര്യങ്ങൾ നടത്തുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാകുന്നു. കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ അവനൊരു പ്രയാസവുമില്ലല്ലോ. ഒരു കാര്യം ഉണ്ടാകണമെന്നവൻ തീരുമാനിച്ചാൽ അവന് വളരെ വേഗം അത് ചെയ്യാൻ കഴിയും. ഈ ആകാശഭൂമികളുടെ ഭരണം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം മുഴുവൻ വളരെ കൃത്യമായി, വ്യവസ്ഥാപിതമായി, ആസൂത്രിതമായി, ന്യൂനതകളില്ലാതെ നടത്തിക്കൊണ്ടുപോകുന്നത് അള്ളാഹുവിനൊരു പ്രയാസമുള്ള കാര്യമല്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ആകാശഭൂമികളുടെ ഈ ഭരണം അള്ളാഹ്ക്കൊരു ഭാരവും ഉണ്ടാക്കുന്നില്ല. എന്നല്ല, ഒരു നിമിഷാർദ്ധം പോലും ഉറക്കമല്ല, ഒരു മയക്കം പോലും അവനെ ബാധിക്കുന്നില്ല. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, ആയത്തുൽ കുർസിയിൽ പഠിപ്പിക്കുന്നു. ഉറക്കം പോയിട്ടൊരു മയക്കം പോലും അവനെ ബാധിക്കുന്നില്ല. ഒരു കാര്യമുണ്ടാകണമെന്നവൻ തീരുമാനിച്ചാലോ എന്താണ് അവന്റെ ശൈലി? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അവൻ തീരുമാനിച്ചാൽ കുൻ എന്ന് പറയുകയേ വേണ്ടൂ, ഫയകൂൻ, അപ്പോൾ അത് സംഭവിക്കുകയായി. ഇങ്ങനെയുള്ള റബ്ബിനെ തിരിച്ചറിഞ്ഞവനാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ആ കൽബിൽ പിന്നെ ഭയാശങ്കകളുടെ നിഴൽപ്പാടുകൾ ഉണ്ടാവുകയില്ല, അവിടെ ഭീരുത്വത്തിന്റെ ഇരുട്ടുകൾ ഉണ്ടാവുകയില്ല. അവ ഏറ്റവും വലിയ നിർഭയനായി മാറും. കാരണം ഈ പ്രപഞ്ചത്തിൽ തനിക്ക് അവലംബിക്കാവുന്ന, ആശ്രയിക്കാവുന്ന, പിടിച്ചു നിൽക്കാവുന്ന ഏറ്റവും ബലിഷ്ഠമായ കയറിലാണ് അയാൾ പിടിച്ചിട്ടുള്ളത്. ഏത് ദർശനത്തിന്റെ വക്താവും, ഏത് ഇസങ്ങളുടെ പിന്നാലെ പോയവനും, ഏത് നിറമുള്ള കൊടിയുടെ പിന്നാലെ പാഞ്ഞവനും, ഏത് നേതാവിനെ ജൈവിളിച്ചവനും ഒരിക്കലും പറയാൻ കഴിയാത്ത ബലിഷ്ഠമായ ഒരു പാശത്തിലാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ പിടിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലാ ഇൻഫിസാമ ലഹാ. ഖുർആൻ പറയുകയാണ്, ആ മനുഷ്യൻ അല്ലാഹുവല്ലാതെ ആളുകൾ തേടിച്ചെല്ലുന്ന എല്ലാ കേന്ദ്രങ്ങളെയും, എല്ലാ പൈശാചിക ദുശക്തികളെയും, എല്ലാ ദൈവവിരുദ്ധ സ്ഥാപനങ്ങളെയും, പ്രസ്ഥാനങ്ങളെയും, പ്രത്യയശാസ്ത്രങ്ങളെയും, നേതാക്കളെയും, പുരോഹിതന്മാരെയും ഒക്കെ കൈവെടിഞ്ഞു. അതിനെയൊക്കെ നിരാകരിക്കാൻ ഒരൽപ്പം പ്രയാസമുണ്ട്. ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഈ സംഗതികളെ, ജീവിതത്തോട് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നതിനെ തട്ടിത്തെറിപ്പിക്കാൻ ഒരൽപ്പം പ്രയാസമുണ്ട്. പക്ഷേ ആ മനുഷ്യനത് ചെയ്തു. വമൻ യക്ഫുർ ബിത്താഗൂത്ത്, താഗൂത്തിനെ നിരാകരിച്ചു. എല്ലാവിധ ദൈവവിരുദ്ധ ദർശനങ്ങളെയും, പ്രസ്ഥാനങ്ങളെയും, പ്രത്യയശാസ്ത്രങ്ങളെയും അവൻ നിഷേധിച്ചു. വയുമിൻ ബില്ലാഹി, എന്നിട്ട് പറഞ്ഞ ഖാലിഖും റാസിഖും മാലിക്കും ഹാക്കിമുമായ അല്ലാഹു, ആ അല്ലാഹുവിനെ അവൻ അവലംബമായി സ്വീകരിച്ചു. ആ അല്ലാഹുവിൽ അവൻ ഈമാൻ കൊണ്ടു. എങ്കിൽ പറയുന്നു, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, പൊട്ടാത്ത ഒരു കയറിലാണ് അവൻ പിടിച്ചിട്ടുള്ളത്, ഒരിക്കലും അറ്റുപോകാതെ. ലം ഇൻഫിസാമ ലഹാ, അത് അറ്റുപോവുകയില്ല, അത് അല്ലാഹുവിന്റെ കയറാകുന്നു. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ, അവരുടെ ജീവിതം അകപ്പെട്ട് കിടക്കുന്ന എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും അവരെ വിമോചിപ്പിച്ച് വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇങ്ങനെ തിരിച്ചറിഞ്ഞവനായ ഒരു മുഅ്മിൻ, ആ വിശ്വാസിയായ മനുഷ്യൻ, അയാളിത് തിരിച്ചറിയുക മാത്രമല്ല, അയാൾ നിരന്തരം ഇത് തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനനം ചെയ്തുകൊണ്ടിരിക്കണം, ചിന്തിച്ചുകൊണ്ടിരിക്കണം, മന്ത്രിച്ചുകൊണ്ടിരിക്കണം. സഹാബിമാർ ഒരിക്കൽ നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഈമാൻ ഞങ്ങൾ പുതുക്കാൻ ആഗ്രഹിക്കുന്നു, എന്ത് ചെയ്യണം? മറ്റൊരിക്കൽ അവിടത്തോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിനോട് പ്രവാചകൻ അവരുടെ ആശങ്ക ദൂരീകരിക്കാൻ വേണ്ടി പറഞ്ഞു, തീർച്ചയായും ഈമാൻ എന്ന് പറയുന്നത് അത് പലപ്പോഴും വസ്ത്രങ്ങളിൽ കറ പിടിക്കുന്നത് പോലെ ഈമാനിലും കളങ്കങ്ങളുണ്ടാകാം.
ജീവിതത്തിൽ ഈമാൻ ദുർബലമായി തീരുന്ന സന്ദർഭങ്ങളുണ്ടാകും. പ്രവാചകനോട് അനുചരന്മാർ ചോദിക്കുന്നു, കൈഫ നുജദ്ദിദു ഈമാനന, റസൂലെ എങ്ങനെയാണ് ഈമാൻ നവീകരിക്കേണ്ടത്? ഞങ്ങളുടെ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഈമാനെ ശക്തിപ്പെടുത്താൻ എന്താണ് മാർഗം? റസൂലുള്ളാഹി പറഞ്ഞു, അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഈ ഈമാനിന്റെ മന്ത്രമുണ്ടല്ലോ, ആദർശത്തിന്റെ ഈ മുദ്രാവാക്യം നിരന്തരം നിങ്ങൾ മനനം ചെയ്യുക, മന്ത്രണം ചെയ്യുക, പറഞ്ഞുകൊണ്ടിരിക്കുക, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈമാനിനെ കനല് ഊതി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഉലയിലൂതിക്കൊണ്ടിരിക്കുന്ന ഒരു കൊല്ലനെ പോലെ ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അയാൾ തന്റെ ഈമാനിനെ ജ്വലിപ്പിച്ചുകൊണ്ട്, ആ ഈമാനിന്റെ വിശ്വാസത്തിന്റെ കനലുകൾ ഊതിയൂതി ജ്വലിപ്പിച്ചുകൊണ്ട് ഈമാനിന്റെ പ്രകാശമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നല്ല അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം അയാളുടെ മുമ്പിൽ നിറയെ അല്ലാഹുവിന്റെ ആയത്തുകളാണല്ലോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികൾ മുഴുവനും പ്രകൃതി മാത്രമല്ല, സംഭവങ്ങൾ, നിത്യജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ സകല സംഭവങ്ങളും അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ, അവന്റെ ജലാലത്തിന്റെ അടയാളമുദ്രകളായിട്ട് തിരിച്ചറിയുന്നവനാണ് സത്യവിശ്വാസി. ആ ആയത്തുകളിലൂടെയാണ് അയാളുടെ ജീവിതം അനുനിമിഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുഅ്മിനായ മനുഷ്യനെ ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയും. മഴ പെയ്യുമ്പോൾ അത് അല്ലാഹുവിന്റെ ആയത്തായി തിരിച്ചറിയുന്നു അയാൾ. ഒരപകടമുണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നറിയിപ്പായി തിരിച്ചറിയുന്നു അയാൾ. ഈ ലോകത്ത് നടക്കുന്ന സകല സംഭവ വികാസങ്ങളെയും, അത് സുനാമിയായാലും സാമ്പത്തിക മാന്ദ്യമായാലും, ഇന്നലെ വരെ ലോകത്ത് അപ്രതിരോധ്യമെന്ന് കരുതിയ കോട്ടകൊത്തളങ്ങൾ ചീട്ടുകൊട്ടാര പോലെ തകർന്നു പോകുന്ന സംഭവങ്ങൾ ലോകത്തുണ്ടാകുമ്പോഴും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഈമാനികമായ ഒരു വിശകലനത്തിൽ അല്ലാഹുവിന്റെ ആയത്തുകളെ തിരിച്ചറിയുവാൻ അയാൾക്ക് സാധിക്കും. നമ്രൂദിന്റെയും ഫറോവയുടെയും അവതാരങ്ങൾ, പിന്മുറക്കാരെ തിരിച്ചറിയുവാൻ അയാൾക്ക് കഴിയും. ഇങ്ങനെ ലോകത്ത് ജീവിക്കുന്ന ഓരോ നിമിഷവും അല്ലാഹുവിന്റെ ആയത്തുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമാണ് സത്യവിശ്വാസിയുടെ ഹൃദയം എന്ന് പറയുന്നത്. നിരന്തരം അയാൾ നമസ്കാരാനന്തരം അല്ല ഇടവേളകളിലൊക്കെ തസ്ബീഹിലും തഹ്ലീലിലുമാണ് അയാൾ, ദിക്റിലാണ് അയാൾ, അല്ലാഹുവിനോട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിനോട് പറയുന്നതോടൊപ്പം തന്നോട് തന്നെ അയാൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. എത്രയോ പ്രാർത്ഥനകൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായും ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅ്തൈത, നീ തരുന്നുവെങ്കിൽ അത് തടയുന്നവനില്ല. നീ ഒരു സംഗതി എനിക്ക് തടഞ്ഞാൽ അത് തരാൻ കഴിയുന്നവനും ഈ ലോകത്താരുമില്ല. പടച്ചവനെ, നീ വിധിച്ചാൽ ആ വിധിയെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല. നിന്റെ ഒരു തീരുമാനത്തെ അട്ടിമറിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരു മുബദ്ദിൽ ഈ ലോകത്തില്ല. അതുകൊണ്ട് പടച്ചവനെ, നീയാണ് ഇഹത്തിലും പരത്തിലും എന്റെ വലിയ, എന്റെ രക്ഷകൻ. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. പടച്ചവനെ, നീ എല്ലാത്തിനും കഴിവുറ്റവനാണ്. ഇത് തന്നോട് തന്നെ പറയുകയാണ്, അല്ലാഹുവിനോട് പറയുകയാണ്. ഇങ്ങനെ നിരന്തരം ദിക്റിലൂടെ കടന്നുപോകുന്ന ഒരു ജീവിതമാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഈ ദിക്റിലൂടെ നിർഭയത്വം മാത്രമല്ല, പ്രശാന്തതയും നേടുന്നു അയാളുടെ ഹൃദയം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം പോലെ സമാധാനപൂർണമായ ഒരു സാമ്രാജ്യമുണ്ടാവുകയില്ല. ആകാശം ഒരു ഭാഗത്ത് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോഴും അയാളുടെ ഹൃദയത്തിൽ ഈ ദൈവികമായ പ്രശാന്തി വന്ന് നിറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറഞ്ഞല്ലോ, അല്ലദീന ആമനു, സത്യവിശ്വാസികൾ, ഈമാനുള്ളവർ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് ഈ ഓർമ്മകളിലൂടെ, ഈ മനനമന്ത്രണങ്ങളിലൂടെ, ഈ ചിന്തകളിലൂടെ സ്വന്തം ഹൃദയങ്ങളെ പ്രശാന്തമാക്കി തീർക്കുന്നവർ, അലാ, അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഇതുകൊണ്ട് മാത്രമേ ഹൃദയങ്ങൾ സമാധാനപൂർണമാകൂ. മനസ്സിനെ ശാന്തമാക്കാൻ എന്താണ് മാർഗമെന്ന് മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കേണ്ടതില്ല, മാസികയിലേക്ക് എഴുതി ചോദിക്കേണ്ടതില്ല. വളരെ വളരെ വില
കൂടിയ പതുപതുത്ത മെത്തകളിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കേണ്ടതില്ല. ഉറക്കക്കുറയുന്നത് കൊണ്ട് മനസ്സമാധാനമുണ്ടാവുകയില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, ഹൃദയങ്ങൾ ശാന്തമാകാൻ ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഈ ദിക്ർ മാത്രമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് മനുഷ്യർ പേടിയിലകപ്പെടുന്ന, ഭീതിയിലും ഭയത്തിലും ഉത്കണ്ഠകളിലും ആശങ്കകളിലും എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട രണ്ട് പേടികളുണ്ട്. സർവ്വസാധാരണയായി അല്ലെങ്കിൽ ആ രണ്ടുമായി ബന്ധപ്പെട്ട പേടികളാണ് മനുഷ്യന്റെ ജീവിതത്തെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ആഹാരത്തെക്കുറിച്ചുള്ള പേടിയാണ്. രണ്ടാമത്തേത് നമ്മുടെ ആയുസ്സിനെ കുറിച്ചുള്ള പേടിയാണ്. ആഹാരത്തെക്കുറിച്ചും ആയുസ്സിനെക്കുറിച്ചുമുള്ള ഭയാശങ്കകളാണ് മനുഷ്യന് ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അവന്റെ ജീവിതത്തെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്നത്, അവന്റെ ജീവിതത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്, ഈ ലോകത്തെ അധർമ്മങ്ങളുടെ ഒരു ഭൂമിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ടിനെയും സംബന്ധിച്ച് പേടിയാണ്. ഈ രണ്ട് പേടികളിൽ നിന്നും മുക്തനായിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യൻ. അയാൾ ഈമാനിലൂടെ ഇത് രണ്ടിൽ നിന്നും അമ്ന് നേടിയവനായിരിക്കും. വിശദീകരിച്ച് പറയാൻ സന്ദർഭമില്ല. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്കത് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. മഈശത്തിനെ കുറിച്ച് പേടി ഒരു മുഅ്മിനുണ്ടാകുമോ? ജോലിയെക്കുറിച്ചുള്ള പേടി, ഉപജീവനത്തെക്കുറിച്ചുള്ള പേടി, മക്കൾക്ക് ആഹാരം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള പേടി സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടാവുകയില്ല. കാരണം അയാൾക്ക് പ്രമാണങ്ങൾ അറിയാം. അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്, വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരൊറ്റ ജീവിയുമില്ല, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിന്റെ ആഹാരത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുത്തിട്ടല്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടല്ലാതെ ആഹാരകാര്യത്തിൽ അല്ലാഹു ചുമതലയേൽക്കാത്ത ഒരൊറ്റ ജീവിയും ഈ ഭൂമുഖത്തില്ല. വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഈമാൻ കൊള്ളാൻ നമുക്ക് കഴിയുമോ എന്നതാണ് വിഷയം. വിശ്വസിക്കാൻ നമുക്ക് കഴിയുമോ? അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ് ആഹാരത്തിന്റെ കാര്യം, മഈശത്തിന്റെ കാര്യം. എങ്ങനെ ശ്രമിക്കണമെന്ന് പറഞ്ഞോ അങ്ങനെ ശ്രമിക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മളുണ്ടാക്കിയ ഫുഡ് കോർപ്പറേഷനുകളിലൂടെയല്ലല്ലോ ഈ പ്രകൃതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷക്കണക്കായ ജീവജാതികൾ മുഴുവൻ പുലർന്നുകൊണ്ടിരിക്കുന്നത്. കരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ, കടലിൽ ജീവിക്കുന്ന മത്സ്യം, കൂടുകളിൽ ജീവിക്കുന്ന കിളികളാണെങ്കിലും, അതുപോലെ കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളാണെങ്കിലും, കാടുകളിൽ കഴിയുന്ന മൃഗങ്ങളാണെങ്കിലും, ഏതെങ്കിലും ജീവജാലത്തിന് നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ സംവിധാനങ്ങളിലൂടെയാണോ റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ. കോടിക്കണക്കായി ഈ ജീവരാശികൾ മുഴുവൻ അന്തസ്സോടുകൂടി സുഭിക്ഷമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാടുകളിലും സമുദ്രങ്ങളിലും ആകാശലോകത്തും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. നമുക്കാണല്ലോ ആശങ്കകൾ. വകഅയ്യിൻ മിൻ ദാബ്ബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ. ഒരു ജീവിയും അതിന്റെ അന്നം ചുമന്ന് നടക്കുന്നില്ല. ഖുർആൻ പറയുകയാണ്, ഒരു ജന്തുവും അതിന്റെ ആഹാരവും ചുമന്ന് നടക്കുന്നില്ല. അല്ലാഹു യർസുഖുഹാ വ ഇയ്യാകും. അവയ്ക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നത് അല്ലാഹുവാകുന്നു. അതുകൊണ്ട് ആ പേടി കൊണ്ട് മക്കളെ കുറക്കണ്ട, ആ പേടി കൊണ്ട് കുടുംബാസൂത്രണത്തിലേക്ക് പോകണ്ട. ലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാകിൻ. പട്ടിണി പേടിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലരുത് നിങ്ങൾ. നഹ്നു നർസുഖുഹും വ ഇയ്യാകും. നിങ്ങൾക്കും അവർക്കും ആഹാരം നൽകുന്നത് നാമാണല്ലോ, നിങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന അഹന്തയിൽ നിങ്ങൾ അത്തരം അന്തക്കേടുകളിലേക്കൊന്നും പോകണ്ട. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറസഖകും കമാ യർസുഖുത് തയ്ർ തഗ്ദൂ ഹിമാസൻ വതറൂഹു ബിതാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരികയാണ്, നിങ്ങൾ അർപ്പിക്കണം അല്ലാഹുവിൽ. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിൽ സമർപ്പിക്കാൻ, ശരിയായി സമർപ്പിക്കാൻ സന്നദ്ധമായാൽ ലറസഖകും കമാ യർസുഖുത് തയ്ർ, പക്ഷിപറവകൾക്ക് അന്നം നൽകുന്നത് പോലെ നിങ്ങൾക്കവൻ അന്നം നൽകും. തഗ്ദൂ ഹിമാസം വതറൂഹു ബിതാന. രാവിലെ ഒഴിഞ്ഞ വയറുമായി കൂടുവിട്ട് പറന്നു പോകുന്ന ഈ കിളികൾ സായന്തനത്തിൽ കൂടിലേക്ക് വരുമ്പോൾ നിറഞ്ഞ വയറുമായിട്ടാണല്ലോ വരും. നിങ്ങൾ കാണുന്ന കാഴ്ചയല്ലേ. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി. പക്ഷേ അല്ലാഹുവിൽ സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. പക്ഷെ അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ട് പരിശ്രമിക്കുകയാണ്. ഏതോ ഒരു മാവേലി സ്റ്റോറിന്റെ മുമ്പിൽ കൊണ്ടുവന്നിറക്കുന്ന ലോറിയിൽ നിന്നിറക്കുന്ന അരിച്ചാക്കുകളിൽ നിന്ന് താഴെ വീണ
ഉതിർന്നു വീണ ആ അരിമണികളായിരിക്കാം ഒരുപക്ഷെ ആ കിളിയുടെ അന്നത്തെ അന്നം. അത് അല്ലാഹു അങ്ങനെ വിധിച്ചിരിക്കുകയാണ്. അതവിടെ പറന്നു ചെല്ലുന്നു. കൂട്ടിൽ അലസമായിരുന്ന് പണിയെടുക്കാതെ സമയം കളയുകയല്ല, പടച്ചോന്റെ ചോർപ്പ് എത്തുമല്ലോ എന്ന് കരുതിയിട്ട് നിഷ്ക്രിയനായിട്ടിരിക്കുകയല്ല, പണിയെടുക്കുന്നു. അല്ലാഹു പറഞ്ഞ മാർഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് അത് അധ്വാനിക്കുന്നു. അപ്പോൾ ലറസക്കും കമാ യർസുഖു ത്വയ്ർ, അവക്ക് നൽകുന്നത് പോലെ നിങ്ങൾക്കും നൽകും. എന്തിനാണ് ആഹാരത്തെ സംബന്ധിച്ച പേടികൾ? ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന്റെ ജീവിതത്തെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടു തരം ഭയങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേടികളാണെല്ലാം. ഒന്ന് ആഹാരപ്പേടി തന്നെയാണ്, വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തേത് ആയുസ്സിനെ കുറിച്ചുള്ള പേടിയാണ്. നമുക്കെല്ലാം ഉണ്ട് ആ മരണപ്പേടി. വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയുസ്സപ്പോൾ തീർന്നു പോകും എന്ന ഒരു പേടി ഉണ്ടാവുകയില്ല. മരണത്തെ സംബന്ധിച്ച ഒരു ഭയം ആ നിലക്ക് അയാൾക്കുണ്ടാവുകയില്ല. കാരണം മരണം ഉറപ്പാണല്ലോ. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. പിന്നെ ജനിച്ചതുപോലെ അള്ള വളർത്തിയതുപോലെ അതിന്റെ സ്വാഭാവികമായ ഒരു തുടർച്ചയെന്നോണം മരണം വരും, അത് ഉറപ്പാണ്. പോരാ, മരണത്തിന് ശേഷം ഒരു ജീവിതം, ജീവിതാനന്തരം ഒരു ജീവിതം, അതും വരാനിരിക്കുന്നു എന്ന നല്ല നിശ്ചയമുണ്ട്. അള്ളാഹു നിശ്ചയിച്ച സമയമേ മരിക്കൂ എന്ന് അയാൾക്കറിയാം. അള്ളാഹു നിശ്ചയിച്ച സമയമാകാതെ മരിക്കുകയില്ല എന്ന് അയാൾക്കറിയാം. ഈ ഉറപ്പിൽ പോകുന്ന ഒരു വിശ്വാസിക്ക് എന്താശങ്കയാണ് ആ കാര്യത്തിലുള്ളത്? വലിക്കുല്ലി ഉമ്മത്തിൻ അജലുൻ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. അല്ലാഹു പറയുകയാണ്, ഓരോ ജനതക്കും ഓരോ വ്യക്തിക്കും ഒരു അജൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ അജലെത്തി കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു നിമിഷം മുന്തിക്കുകയോ പിന്തിക്കുകയോ ഇല്ല. ഇത് നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു സത്യവിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് 12:30 ഒരാളുടെ മരണം നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ 12:29 അയാളെ കൊല്ലാൻ ഒരാൾക്കും സാധ്യമല്ല. അത് അല്ലാഹു നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കും. അതുകൊണ്ടാണല്ലോ മാഹിക്കാരൻ അബ്ദുൽ ജബ്ബാർ സാഹിബ് ഇപ്പോഴും ഈ 68-ാം വയസ്സിൽ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളീയരുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ കഥ നമ്മൾ ദൂരദർശനിലൂടെ കേൾക്കുകയുണ്ടായി, കാണുകയുണ്ടായി. 36 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർമാരുടെ കടലാസ് പ്രകാരം 38 കൊല്ലം മുമ്പ് മരണപ്പെട്ട മനുഷ്യനാണ്. 32-ാമത്തെ വയസ്സിൽ ഒരു വാഹനാപകടത്തിൽപ്പെട്ട് ലോറും ബസ്സും കൂടി കൂട്ടിയിടിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ദുരന്തം, അതിൽ മരണപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലായിരുന്നു നമ്മൾ ഈ പറഞ്ഞ സാഹിബും. അങ്ങനെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പോസ്റ്റ്മോർട്ടം ടേബിളിൽ തലയോട്ട് പിളർക്കാനുള്ള ഒരടി ചുറ്റികൊണ്ട് നെറ്റിയിൽ ഒരടി കൊണ്ടപ്പോൾ ഇടത് കൈയിന്റെ കുഞ്ഞുവിരൽ അനങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവനക്കാർ പേടിച്ചുപോയി, നേതൃത്വം നൽകിയ ഡോക്ടർമാർ ഞെട്ടിപ്പോയി. പിന്നെ അസാധാരണമായിട്ടുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അസാധാരണമായിട്ടുള്ള മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വരികയാണ് ഈ മനുഷ്യൻ. അദ്ദേഹത്തെ പരിശോധിച്ച പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ, അന്യമതസ്ഥനായ ഡോക്ടർ പറഞ്ഞു, ബന്ധുക്കളോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനാണ്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മാനല്ല, ഒരു ഏഞ്ചലാണ്. ഇദ്ദേഹം ഒരു മാലാഖയാണ്, മലക്കാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത്ഭുതകരമാണ് ഈ സംഭവം. അങ്ങനെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുവെന്ന് മാത്രമല്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഈ 68-ാമത്തെ വയസ്സിലും. നമുക്കിതിൽ അത്ഭുതമില്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയം ആ നിമിഷാർത്ഥമെത്തിയാൽ അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് ഒരിക്കലും അതിൽ വീഴ്ച വരുത്തുകയില്ല. അദ്ദേഹത്തിന് അള്ളാഹു എഴുതിയ സമയമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അത്ഭുതകരമായിട്ട് തിരിച്ചു വരികയാണ്, ജീവിക്കുകയാണ്. ഇനി അള്ളാഹു നിശ്ചയിച്ച സമയമായെങ്കിലോ ലൈ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരിക്കലും ഒരു നിമിഷം പോലും, ഒരു നിമിഷാർദ്ധം പോലും അള്ളാഹു പിന്തിക്കുകയുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിലരുടെ മരണം കണ്ടിട്ട് അത്ഭുതം പോകുന്നത്. പത്രക്കാരൻ തെറ്റായിട്ട് അകാല ചരമമെന്ന് എഴുതുന്നത്. ഒരു ചരമവും അകാലമല്ല, ഒരു മരണവും അത്ഭുതകരമല്ല. അത് അല്ലാഹുവിന്റെ തീരുമാനത്തിൽ എഴുതപ്പെട്ട സംഗതിയാണ്. അയാൾ ജനിക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തിയ സംഗതിയാണ്. ഈ മനുഷ്യന്റെ മരണം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. അദ്ദേഹം മരണപ്പെടുമെന്ന് ആർക്കും വിചാരിക്കാൻ സാധ്യമല്ല. കത്തുന്ന യൗവനത്തിൽ ഓടി നടക്കവേ, വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മുടെ പണ്ഡിറ്റ് നെഹ്റു പത്രക്കാരോട് പറഞ്ഞു, ഇനി എത്ര കാലം താങ്കൾ രാഷ്ട്രീയത്തിലുണ്ടാവും? അദ്ദേഹം പറഞ്ഞു, ചുരുങ്ങിയത് 25 കൊല്ലെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. പിറ്റേന്ന് പത്രം അച്ചടിക്കുന്നത് നെഹ്റു മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്,
ലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു സമയം, അത് നീ എവിടെയായിരുന്നാലും വളരെ സുഭദ്രമായ ഒരു കോട്ട കൊത്തളത്തിൽ വളരെ സുരക്ഷിതനായിട്ടിരുന്നാലും, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, എവിടെയായിരുന്നാലും ആ മരണം നിന്നെ കണ്ടുമുട്ടും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, വിശുദ്ധ ഖുർആൻ, വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, സുഭദ്രമായ കൊട്ടാരത്തിനകത്താണെങ്കിലും അത് നിന്നെ കണ്ടുമുട്ടിയിരിക്കും. ഖുൽ ലൗ കുന്തും ഫീ ബുയൂത്തിക്കും, അല്ല നിങ്ങൾ വീടുകളിലാണെങ്കിലും, ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മലാജിഹിം, അല്ലാഹു പറയുകയാണ്, വധം വിധിക്കപ്പെട്ട മനുഷ്യൻ, അയാൾ മരിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ ആ മരണത്തിന്റെ മൽജഇലേക്ക്, അയാൾ മരിച്ചു വീഴേണ്ട ആ സ്പോട്ടിലേക്ക് അയാൾ ഇറങ്ങി വരും എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞവനാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അനിവാര്യത എന്ന നിലക്ക് മാത്രമല്ല, മരണം അയാളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു കാര്യമാണല്ലോ. കുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന തഖാ. സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഉത്തമം പരലോകമാണ്. ദുനിയാവെന്നാൽ വളരെ വളരെ ചുരുങ്ങിയ കാലത്തേക്കുള്ള ഒരു വിഭവമാണ് എന്ന് തിരിച്ചറിഞ്ഞവനാണ് ആ മനുഷ്യൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലത്തി കുന്തും തുഅദൂൻ. ഖുർആൻ പറഞ്ഞു തരികയാണ്, മരണത്തിന്റെ മുഹൂർത്തത്തിൽ മരണത്തിന്റെ മാലാഖമാർ വരുന്നത് സന്തോഷപ്പെടുത്തുന്ന ആഹ്ലാദിപ്പിക്കുന്ന വാക്കുകളുമായി, സാന്ത്വനിപ്പിക്കുന്ന വചനങ്ങളുമായി കടന്നു വരികയാണ്. ആര് മരിക്കുമ്പോൾ ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ, ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണ് എന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈമാനിൽ വിശ്വാസമുറച്ച ദൃഢബോധ്യത്തിൽ ജീവിച്ച, അതിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ പരിവർത്തിപ്പിച്ച നല്ലവരായ മോമിനീങ്ങളുടെ മരണത്തിന്റെ മുഹൂർത്തത്തിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, പേടിക്കില്ലേ നിങ്ങൾ, ഭയപ്പെടല്ലേ, നഹ്നു ഔലിയാഉക്കും ഫിദ്ദുനിയ വൽ ആഖിറ, ഇവിടെയും അവിടെയും നിങ്ങളുടെ ഔലിയാക്കളാണ് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മലായികത്തുകൾ വരുന്നു. സ്നേഹപൂർവ്വം പ്രവാചകന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, കൂജയിൽ നിന്ന് ഒഴുകുന്ന തണുത്ത വെള്ളം പോലെ അയാളുടെ ശരീരമാകുന്ന ഈ കൂട്ടിൽ നിന്ന് ആത്മാവാകുന്ന ഈ വെള്ളത്തെ കൊണ്ടുപോകുവാൻ മലക്കുകൾ വരികയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. സമാധാനചിത്തമായ, ഏറ്റവും ശാന്തതയുള്ള, ഏറ്റവും സ്വസ്ഥതയുള്ള ആത്മാവേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഈമാനിലൂടെ പ്രശാന്തിയാർജിച്ച മനസ്സെ എന്ന് വിളിച്ചുകൊണ്ടാണ് മലായികത്ത് വരുന്നത്. ഇർജിഇ ഇലാ റബ്ബികി എന്നാണ് പറയുന്നത്, നിന്റെ രക്ഷിതാവിലേക്ക് നീ പോവുക, മടങ്ങുക എന്നാണ്. കാരണം ഇവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത് പോലെയായിരുന്നു ഇതുവരെ. ഇപ്പോൾ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഇതുവരെ വിദേശത്തായിരുന്നു, പ്രവാസിയായിരുന്നു, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെ സന്തോഷത്തോടുകൂടി ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, അതുകൊണ്ട് അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി പുറപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് മലായികത്തുകൾ അകമ്പടി സേവിക്കുന്ന ഒരു മരണമുഹൂർത്തമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ഇങ്ങനെ ആഹാരത്തിന്റെ പേടിയിൽ നിന്നും ആയുസ്സിന്റെ പേടിയിൽ നിന്നും മോചനം നേടിയ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും നിർഭയമായ ഒരു ജീവിതമായിരിക്കും ഈ ഭൂമുഖത്ത് അയാൾക്കുണ്ടാവുക. അതുകൊണ്ട് പേടിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല, അയാളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പ്രമാണങ്ങളിലൂടെ സഞ്ചരിച്ചാൽ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. മഹാനായ മൂസ അലൈഹിസ്സലാം, അദ്ദേഹം പ്രബോധനം നിർവഹിക്കുന്നു. അവസാനം ഫറോവ മൂസാ നബിയുടേത് ഒരു വ്യാജ പ്രബോധനമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു മത്സരം സംഘടിപ്പിക്കും. നമുക്കറിയാമല്ലോ, ജാലവിദ്യക്കാരെ സാഹിര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മത്സരം സംഘടിപ്പിച്ചു. ഈ സാഹിര്യങ്ങൾ വന്നു, ഏറ്റവും വലിയ ഭൗതിക മോഹികളായിരുന്നു അവർ. കാരണം ഈ മത്സരത്തിൽ വിജയിച്ചാൽ ഭരണകൂടത്തിൽ നിന്ന് കിട്ടാവുന്ന വലിയ സമ്മാനങ്ങളെക്കുറിച്ച്, അവാർഡുകളെക്കുറിച്ച് ഓർത്ത് വളരെ സന്തോഷിച്ചു വരികയാണ്. അങ്ങനെ മത്സരം തുടങ്ങി. നമുക്കറിയാമല്ലോ, ദൈവികമായ ദൃഷ്ടാന്തത്തിന്റെ മുമ്പിൽ അത് പരാജയപ്പെടുന്നു. അവർക്ക് ബോധ്യപ്പെട്ടു മൂസാ നബി ഒരു ഇന്ദ്രജാലക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ട നിമിഷം അവർ ഈമാൻ കൊള്ളുകയാണ്. ഫൗൽഖിയ സഹറത്തു സുജ്ജദ ഖാലു ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ.
മൂസയും ഹാറൂനും പ്രബോധനം ചെയ്യുന്ന ഈ റബ്ബിൽ, ഏകനായ ഇലാഹിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുകയാണ് ഈ സാഹിറുകൾ. അപ്പോഴാണ് ഫറോവ ഭരണകൂടം ഏറ്റവും വലിയ ഭീഷണി മുഴക്കം നമുക്കറിയുന്ന സംഭവമാണ്. ലൗ ഖത്തിഅന്ന ആമൻതും ഖബല അൻ ആദന ലക്കും ഇന്നഹു ലകബീറുക്കും അല്ലദീ അല്ലമക്കുമുസ് സിഹ്ർ ഫലഉഖത്തിഅന്ന അയ്ദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫ് വലഉസല്ലിബന്നക്കും ഫീ ജുദൂഇൻ നഖൽ വലതഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖ. ഫറോവ പറയുകയാണ്, എന്റെ അനുവാദം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഇവനിൽ വിശ്വസിക്കുകയോ? നിങ്ങളെ ഞാൻ ക്രൂരമായിട്ട് കൈകാര്യം ചെയ്യും, നിങ്ങളുടെ കൈകാലുകൾ പരസ്പര വിരുദ്ധമായി നാം ഛേദിച്ചു കളയും, എന്നിട്ട് മരക്കുരിശിൽ തറച്ച് ക്രൂശിച്ചു കളയും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഫിർഔൻ. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈമാൻ പ്രവേശിച്ച ഒരു ഹൃദയത്തിന്റെ നിർഭയത്വം എന്താണ്, പേടിയില്ലായ്മ എന്താണ് എന്ന് സൂചിപ്പിക്കാനാണ് ഏറ്റവും വലിയ ഭീഷണിയുടെ മുമ്പിൽ. പക്ഷെ അവരെന്താ പറഞ്ഞത്? ഞാൻ ആമുഖത്തിൽ പാരായണം ചെയ്ത ആയത്തുകൾ, ഖാലൂ ലൻ നുഅ്സിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ. നിനക്ക് മുൻഗണന നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, സത്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടിച്ചവനായ തമ്പുരാനിൽ നിന്ന് നിനക്ക് മുൻഗണന നൽകാൻ ഒരിക്കലും സാധ്യമല്ല. ഫഖ്ലി മാ അൻത ഖാലിൻ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ. ഇതാണ് എല്ലാ കാലത്തെയും വിശ്വാസികൾക്ക് പറയാനുള്ള മറുപടി. ഫഖ്ലി മാ അൻത ഖാൽ. പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട്, മർദ്ദകരോട് പറയണം, നിങ്ങൾ വിധിച്ചുകൊള്ളുക. ഫഖ്ലി മാ അൻത ഖാൽ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ. പക്ഷേ ഈ ദുനിയാവിലല്ലേ നിങ്ങൾക്ക് വിധിക്കാൻ കഴിയൂ, നിങ്ങൾക്ക് ഇവിടെയല്ലേ ചെയ്യാൻ കഴിയൂ, ചെയ്തോളൂ. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് വന്നു കിട്ടിയ ഈ സത്യത്തിൽ നിന്ന് പിന്മാറാൻ സന്നദ്ധമല്ലെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ തന്നെ ഫറോവ ചെയ്തു എന്നാണ് ചരിത്രം. അവരെ കുരിശിൽ തറച്ച് കൊന്നുകളഞ്ഞു. എത്രയോ സംഭവങ്ങൾ ഇതുപോലെ. യൂസുഫ് ദൂനവാസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, ലോകഭീകരനായ ഒരു ചക്രവർത്തി, അള്ളാഹിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു സമൂഹത്തെ മുഴുവൻ തീയിലെറിയുകയാണ് ചരിത്രത്തിൽ സംഭവിച്ചത്. ഒമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ. ഒറ്റ തെറ്റേ അവർ ചെയ്തുള്ളൂ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ആദർശം സ്വീകരിച്ചു. രാജ്യത്തിന്റെ തെരുവീതികൾ മുഴുവൻ വലിയ തീക്കിടങ്ങുകൾ ഉണ്ടാക്കി ആ കിടങ്ങുകളിലേക്ക് വലിച്ചെറിഞ്ഞു. വൃദ്ധന്മാരും പുരുഷന്മാരും കുട്ടികളും സ്ത്രീകളും ഒക്കെ അടങ്ങുന്ന സംഘത്തെ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പട്ടാളക്കാർ ഉന്തിയിടുന്നു ആ തീക്കിടങ്ങിലേക്ക്. ആരെങ്കിലും ഈമാനിൽ നിന്ന് ഒളിച്ചോടിപ്പോയോ? ചരിത്രം പറയുന്നു, അവസാനം ഒരു പെണ്ണ് വരികയാണ്, ഒരു ഉമ്മ വരുന്നു. ആ ഉമ്മയുടെ ഒക്കത്തൊരു കുഞ്ഞുണ്ട്. അങ്ങനെ മാറത്തടക്കി പിടിച്ച് ശിശുവുമായിട്ട് തീക്കിടങ്ങിനടുത്തെത്തി ഈ മുഅ്മിനത്തായ സ്ത്രീ. മനസ്സിലൊരു പതർച്ച, ഈമാനിന്റെ കുറവ് കൊണ്ടല്ല, എട്ടും പൊട്ടും തിരിയാത്ത ഈ കുഞ്ഞു പൈതൽ എന്തിനാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന ഒരു അവസ്ഥയിൽ തേങ്ങലുണ്ടായി ഈ ഉമ്മക്ക്. ചരിത്രം പറയുന്നു, പക്ഷേ അവിടെ മാറത്ത് കിടന്ന ആ കുഞ്ഞുമ്മയോട് സംസാരിച്ചു എന്ന്. യാ ഉമ്മ ഇസ്ബിരി ഇന്നക അലൽ ഹഖ്, യാ ഉമ്മ ഇസ്ബിരി ഇന്നക അലൽ ഹഖ്. ഉമ്മ, നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലാണ്, ഈമാനിന്റെ വഴിയിലാണ്, അതുകൊണ്ട് സഹിക്കുക, ധീരതയോടുകൂടി ഇതിനെ അഭിമുഖീകരിക്കുക. ഉമ്മയെയും കുഞ്ഞിനെയും തീയിലേക്ക് തള്ളിയിടുകയാണ്. പ്രിയമുള്ളവരെ, സൂചിപ്പിച്ചത് ഈമാനിൽ നിന്നുണ്ടാകുന്ന അമ്നി എന്ന് പറയുന്നത് എല്ലാ ഭൗതിക പ്രലോഭനങ്ങൾക്കും അപ്പുറമാണ്. അതുകൊണ്ട് മുഅ്മിനായ ഒരു മനുഷ്യനെ ഒരാൾ പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ, ഒരു ഭരണകൂടം പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ, ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തെ പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അവരതിന്റെ മുമ്പിൽ ചൂളിപ്പോവുകയില്ല. മഹാനായ സഈദ് ബിൻ ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഹജ്ജാജ് ഭീഷണി മുഴക്കി. ഹജ്ജാജ് പറഞ്ഞു, ഇനിയും ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ കൊന്നുകളയും ഞാൻ എന്ന് പറയുകയാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നു, സഈദ് ബിൻ ജുബൈറിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അദ്ദേഹം ചോദിച്ചു, അല്ല ഹജ്ജാജ്, നീയാണ് ഇലാഹെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പണ്ടേ ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുമായിരുന്നല്ലോ മോനെ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു എന്നാണ് പറയുന്നത്. മദ്ഹബിന്റെ ഇമാമുകൾ, നമ്മൾ അറിയുന്ന പ്രധാനപ്പെട്ട ഈ 4 മദ്ഹബിന്റെ ഇമാമുകൾ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഈ മദ്ഹബിന്റെ ഇമാമുകളൊക്കെ അക്കാലഘട്ടത്തിലെ അധികാര സ്ഥാപനങ്ങളോട് ഒരുപക്ഷെ ഏറ്റവും വലിയ ധൈര്യവും ആർജവും തന്റെ ഇടവും നട്ടലും കാണിച്ചുകൊണ്ട് ഒരുപാട് അനുഭവിച്ച് ജീവിച്ചവരാണ്. അപ്പോഴും അവർ അധികാരികളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുജദ്ദിദ് അൽ ഫസാനി എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി, ജഹാംഗീർ ചക്രവർത്തി പറഞ്ഞല്ലോ, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം, വെറുതെ ഒന്ന് സുജൂദ് ചെയ്താൽ മതി,
അത് ഈ കൊട്ടാരത്തിലെ ഒരു സമ്പ്രദായം അങ്ങനെ ആക്കിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഈ തല അള്ളാഹുവിന്റെ മുമ്പിൽ, ഏകനായ ഇലാഹിന്റെ മുമ്പിൽ മാത്രം കുനിയുന്ന ഒരു തലയായിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആഗ്രയിലെ ജയിലിൽ അടക്കുകയാണ് ജഹാംഗീർ. കുറെ നാൾ കഴിഞ്ഞിട്ടൊക്കെ ബോധ്യപ്പെട്ടിട്ട് ചക്രവർത്തി അദ്ദേഹത്തെ മോചിപ്പിക്കുന്നുണ്ട്. ലോകത്തിന് ഇന്ത്യ ഉപഭൂഖണ്ഡം സംഭാവന ചെയ്ത ഏറ്റവും വലിയ ആധുനിക മുജിദ്ദിദ് എന്ന് പറയാവുന്ന മഹാപണ്ഡിതൻ, പാകിസ്ഥാനിലെ പട്ടാളക്കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചല്ലോ. ആ സന്ദർഭത്തിൽ ഒരു ദയാഹർജിയിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി അഭ്യുദയകാംക്ഷികൾ അദ്ദേഹത്തെ സമീപിക്കുകയാണ്. ഒരു ദയാഹർജി കൊടുത്താൽ താങ്കളെ അതിൽ നിന്ന് മോചിപ്പിക്കും. അദ്ദേഹം പറഞ്ഞു, ജനന മരണങ്ങൾ തീരുമാനിക്കുന്നത് ഭൂമിലോകത്തല്ലല്ലോ, ആകാശലോകത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരക്രമിയുടെ മുമ്പിലും ഒരു ദയാഹർജിയുമായിട്ട് ഞാൻ സമീപിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. കാരണം എന്റെ മരണം അള്ളാഹ് ഇപ്പോൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല. ഇനി അള്ളാഹു എങ്ങാനും എന്റെ മരണം ഇപ്പൊ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ എന്നെ കൊല്ലാൻ പാകിസ്ഥാനിലെ പട്ടാളക്കോടതിക്കെന്നല്ല ലോകത്തൊരു സംവിധാനത്തിനും സാധ്യമല്ല. എന്ത് സംഭവിച്ചു? അദ്ദേഹം കൊല്ലപ്പെട്ടില്ലല്ലോ. അവസാനം ലോകത്തിന്റെ സമ്മർദ്ദം, ആ സമ്മർദ്ദം കണക്കിലെടുത്ത് അധികാരികൾക്ക് പിന്മാറേണ്ടി വന്നു. ലോക ഇസ്ലാമിക നവോത്ഥാന രംഗത്ത് ഈജിപ്തിന്റെ ഏറ്റവും വലിയ സംഭാവനയായിരുന്ന ഒരു മഹാപണ്ഡിതൻ, വിശുദ്ധ ഖുർആനിൽ ജീവിച്ച് മരിച്ച രക്തസാക്ഷിത്വം വരിച്ച മഹാപണ്ഡിതൻ, വിശുദ്ധ ഖുർആനിന്റെ തണലുകളിൽ ജീവിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ അവിടെ തൂക്കിക്കൊല്ലപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഒരു മാപ്പപേക്ഷ കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞ മറുപടി, ഒപ്പിടാൻ എന്റെ കൈ വളയൂലാണ്. എന്റെ ഈ വിരലുണ്ടല്ലോ, ഈ ചൂണ്ടുവിരൽ അത്തഹിയാത്തിൽ ഉയരുന്ന അശ്ഹദു എന്ന് പറയുമ്പോൾ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഉയരുന്ന ഈ ചൂണ്ടുവിരൽ ഒരക്രമിയുടെ മുമ്പിൽ ദയാഹർജിക്ക് അപേക്ഷിക്കുന്ന ഇതിൽ ഒപ്പിടാൻ വേണ്ടി മടങ്ങുകയില്ല എന്ന് പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ. അതുകൊണ്ട് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അമ്നിൽ നിന്ന്, നിർഭയത്വത്തിൽ നിന്ന് ഈമാനും അമ്നും നിലനിർത്തുന്ന ഒരു വിഭാഗമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ നിർഭയത്വത്തിന്റെ സന്ദേശത്തെ നെഞ്ചിലേറ്റുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്ത് ഇന്ന് ചെയ്യേണ്ടത്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ്, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരാണവർ. വയഖ്ശൗനഹു, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ പേടിക്കുന്നവരാണവർ. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും പേടിക്കാത്തവരാണവർ. ശ്രദ്ധിക്കണം, അള്ളാഹുവിനെ പേടിക്കുന്നവർ എന്ന് പറഞ്ഞ അള്ളാഹു നിർത്തിയില്ല. വയഖ്ശൗനഹു, അവനെ പേടിക്കുന്നവരാണവർ. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാത്ത ഒരൊറ്റ മഖ്ലൂഖിനെയും പേടിക്കാത്തവരുമാണവർ. വകഫാ ബില്ലാഹി ഹസീബാ, കണക്ക് നോക്കാൻ അല്ല മതി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.